வாழ்வின் நாளெல்லாம் വിന്നാളായി ഭാരത്തോടെ നീ കഴിക്കുകയോ? വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്നെ ചേർത്തിടുമേ. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ ഓണക്കാല സന്ധ്യയിൽ തീരം ബൈബിൾ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ നാടെങ്ങും ഓണത്തിൻ്റെ സന്തോഷത്തിലാണ്. പൂക്കളങ്ങൾ, ഓണസദ്യകൾ, പുതുവസ്ത്രങ്ങൾ, കുടുംബ സംഗമങ്ങൾ, സ്നേഹ ആശംസകൾ. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിൽ നമ്മുടെ ഹൃദയത്തോട് ദൈവം ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം കൂടിയുണ്ട്. നീ എന്നിൽ കണ്ടെത്തിയ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നുണ്ടോ? കാരണം ദൈവത്തിന്റെ ഹൃദയം ഒരു മനുഷ്യന്റെയും നാശം ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ തിരുവചനം നമ്മോട് അതിശക്തമായി പ്രഖ്യാപിക്കുന്നു, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഇത് ദൈവ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ മനോഹരമായ സന്ധ്യയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിശേഷാൽ ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ. അതോടൊപ്പം ഈ ലോകത്തിൽ വേദനിക്കുന്നവരെയും ഏകാന്തരായവരെയും രോഗികളെയും ദുഃഖിതരെയും ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരെയും രക്ഷയിലേക്ക് നയിക്കണമേ. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹമുള്ള ഹൃദയങ്ങളാക്കി മാറ്റണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ അനുദിന സന്ധ്യാ തിരുവചന ധ്യാനം 1 തിമോഥെയോസ് 2 അധ്യായം 4 വാക്യമാണ്. അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഈ വചനം ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നമുക്ക് ആവർത്തിക്കാം. സകല മനുഷ്യരും രക്ഷപ്രാപിക്കണമെന്നാണ് ദൈവത്തിന്റെ ഇച്ഛ. പ്രിയ ദൈവമക്കളെ, ഈ തിരുവചനത്തിൽ ദൈവത്തിന്റെ ഹൃദയം നമുക്ക് കാണാം. ദൈവം ചിലരെ മാത്രം രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, സകല മനുഷ്യരും. അങ്ങനെയാണ് തിരുവചനം പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രമല്ല, നമ്മെ സ്നേഹിക്കുന്നവർ മാത്രമല്ല, നമ്മുടെ കുടുംബക്കാർ മാത്രമല്ല, നമ്മോട് നല്ല രീതിയിൽ പെരുമാറുന്നവർ മാത്രമല്ല, സകല മനുഷ്യരും. നമ്മോട് തെറ്റു ചെയ്തവരും നമ്മെ വേദനിപ്പിച്ചവരും നമ്മിൽ നിന്ന് അകന്നുപോയവരും നമ്മൾ ഇഷ്ടപ്പെടാത്തവരും എല്ലാവരുടെയും രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ആഴം. ദൈവത്തിന്റെ ഹൃദയം. നമ്മൾ പലപ്പോഴും ദൈവത്തെ നമ്മുടെ ചെറിയ ചിന്തകളുടെ പരിധിയിൽ ഒതുക്കുന്നു. ഇവൻ നല്ലവനാണ്, അതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. അവൻ എന്നോട് തെറ്റു ചെയ്തു, അവന് ദൈവം തക്കതായ ശിക്ഷ കൊടുക്കട്ടെ എന്നിങ്ങനെയൊക്കെ നമ്മൾ വിധിക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ ഹൃദയം അങ്ങനെയല്ല. ദൈവം പാപത്തെ അംഗീകരിക്കുന്നില്ല. എന്നാൽ പാപിയെ രക്ഷിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു കുരിശിൽ തന്നെ സമർപ്പിച്ചത്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ നമ്മെ നിരന്തരം മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും വിളിക്കുന്നത്. ദൈവത്തിന്റെ ഹൃദയം രക്ഷയുടെ ഹൃദയമാണ്. സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാൻ, അങ്ങനെയാണ് വചനത്തിന്റെ 2-ാമത്തെ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാൻ
രക്ഷ എന്നത് വെറും ഒരു അനുഗ്രഹം ലഭിക്കുക മാത്രമല്ല, സത്യത്തെ അറിയുക. ആ സത്യമാരാണ്? ആ സത്യം സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. അവിടുത്തെ സ്നേഹം അറിയുക, അവിടുത്തെ കരുണയറിയുക, അവിടുത്തെ കുരിശിന്റെ അർത്ഥം നാം അറിയുക. പാപത്തിൽ നിന്ന് തിരിഞ്ഞു വരിക, ദൈവത്തിന്റെ മക്കളായി ജീവിക്കുക. ഇതാണ് യഥാർത്ഥ രക്ഷയുടെ വഴി. അതുകൊണ്ട് ഈ സന്ധി നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഞാൻ യേശുവിനെ ശരിയായ രീതിയിൽ അറിയുന്നുണ്ടോ? ഞാൻ യേശുതമ്പുരാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടോ? അതോ യേശുവിനെ എന്റെ ജീവിതത്തിന്റെ കർത്താവായി അനുഭവിച്ചിട്ടുണ്ടോ? വളരെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ഒരു അടയാളമായ ഒരു ഓണക്കാലത്തിലൂടെയാണ് നാം ഒക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. സ്നേഹം പങ്കിടുവാനുള്ള ഒരു അവസരം. പ്രിയപ്പെട്ടവരെ, ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. ഒരുമിച്ച് ജീവിക്കുക. വീടുകളിൽ ആളുകൾ ഒരുമിക്കുന്നു, അകലെയായിരുന്നവർ വീട്ടിലേക്ക് വരുന്നു, സ്നേഹം പങ്കിടുന്നു, ഭക്ഷണം പങ്കിടുന്നു, സന്തോഷം പങ്കിടുന്നു. പക്ഷേ ഈ ഓണക്കാലത്ത് നമുക്ക് അതിലും വലിയൊരു കാര്യം ചെയ്യാം. സന്തോഷം മാത്രം പങ്കിടാതെ ക്രിസ്തുവിന്റെ സ്നേഹവും നമുക്ക് പങ്കിടാം. നമ്മുടെ ചുറ്റുമുള്ള ഒരാൾ ഏകാന്തനാണെങ്കിൽ അവനെ നമുക്ക് വിളിക്കാം. ആർക്കെങ്കിലും നമ്മുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമുക്ക് സഹായിക്കാം. നമ്മോട് പിണങ്ങിയ ഒരാളോട് സമാധാനത്തിന്റെ ഒരു വാക്കു പറയാം. നമ്മെ വേദനിപ്പിച്ച ഒരു മനുഷ്യനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ദൈവം സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും അതേ ആഗ്രഹം ഉണ്ടാകേണ്ടതല്ലേ? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ സന്ധ്യയിൽ നമുക്ക് ഒരു ആത്മപരിശോധന നടത്താം. ഒരു 3 ചോദ്യങ്ങൾ നമുക്ക് നമ്മോട് തന്നെ ചോദിച്ചു നോക്കാം. ഒന്ന്, ഞാൻ ആരെയെങ്കിലും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ? രണ്ടാമതായി, എന്നോട് തെറ്റു ചെയ്ത ഒരാൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? മൂന്നാമതായി, എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് ഈ രാത്രിയിൽ നമുക്കൊരു ചെറിയ തീരുമാനമെടുക്കാം. കർത്താവേ, നീ എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ എന്നെയും എല്ലാവരെയും സ്നേഹിക്കുവാൻ പഠിപ്പിക്കണം. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഓണം നിങ്ങളുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും സ്നേഹവും നിറയ്ക്കട്ടെ. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകട്ടെ. പിണക്കങ്ങൾ അവസാനിക്കട്ടെ. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ. രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. പ്രവാസത്തിലും അകലെയുമായുള്ള പ്രിയപ്പെട്ടവർ സുരക്ഷിതരായിരിക്കട്ടെ. ഈ ഓണക്കാലത്ത് ഒരു പ്രത്യേക അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒന്നായി ജീവിക്കുവാനുള്ള ഒരു കൃപ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല ഒരു ഓണം ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം നമ്മുടെ തലകൾ ദൈവസന്നിധിയിൽ വണങ്ങി നമുക്ക് ശാന്തമായി പ്രാർത്ഥിക്കാം. കരുണാമയനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന ഈ തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോടൊപ്പം ഇല്ലാത്ത പ്രിയപ്പെട്ടവരെ കാത്തു പരിപാലിക്കണമേ. രോഗശയ്യയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുഃഖിക്കുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കണമേ. ജോലിയില്ലാത്തവർക്ക് തൊഴിൽ നൽകണമേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർക്ക് വഴി തുറക്കണമേ. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവർക്ക് സമാധാനം നൽകണമേ. ഒറ്റപ്പെട്ടവർക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ സംഗതിയാകുമാറാകണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. പാപത്തിൽ വീണുപോയവർക്ക് മനസ്സാന്തരത്തിന്റെ ഒരു കൃപ നൽകണമേ. അങ്ങയിൽ നിന്ന് അകന്നുപോയവരെ വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരണമേ. കർത്താവേ, വിശേഷാൽ ഈ ഓണക്കാലത്ത് ഞങ്ങളുടെ വീടുകളിൽ സമൃദ്ധി മാത്രമല്ല, സ്നേഹവും ക്ഷമയും കരുണയും സമാധാനവും നിറയട്ടെ. ഞങ്ങളുടെ കുടുംബം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ സംഗതിയാകുമാറാകണമേ. പരിശുദ്ധ കന്യകമറിയത്തിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പരിശുദ്ധമതികളുടെയും പ്രാർത്ഥനയാലും ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ.
ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ഓണക്കാലത്ത് ഒരു കാര്യം മാത്രം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദൈവം എന്നെ മാത്രമല്ല സ്നേഹിക്കുന്നത്, ദൈവം സകല മനുഷ്യരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്കും സ്നേഹിക്കാം, നമുക്കും ക്ഷമിക്കാം, പങ്കിടാം, പ്രാർത്ഥിക്കാം. ഒരു ഹൃദയത്തെയും ദൈവത്തിൽ നിന്ന് അകറ്റാതെ കഴിയുന്നിടത്തോളം എല്ലാവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് നയിക്കാം. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിറയട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നല്ല ഒരു ഓണം ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ, ആമേൻ.